അമേരിക്കയിൽ ആര് പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇന്ത്യയുമായി ബന്ധമുള്ള ആരെങ്കിലും ഒരാൾ വരണമെന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു കൗതുകമുള്ള കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയിൽ പ്രസിഡന്റായിട്ട് ജോ ബൈഡൻ എത്തിയപ്പോൾ അവിടെ വൈസ് പ്രസിഡന്റായിട്ട് എത്തിയ കമല ഹാരിസ് ഇന്ത്യൻ വംശജയാണ്. എന്നാൽ ഇപ്പോൾ ജോ ബൈഡൻ വിജയിക്കാൻ സാധ്യത മങ്ങുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ട്രംപ് അധികാരത്തിലേക്ക് എത്തുമെന്ന പ്രതീതി ഉണ്ടാകുമ്പോൾ തന്റെ വൈസ് പ്രസിഡന്റ് ആരായിരിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ട്രംപ്. അത് മറ്റാരുമല്ല, JD വാൻസ്. ആരാണ് ഈ JD വാൻസ്? ഇന്ത്യയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചില നിലപാടുകളെക്കുറിച്ച് പറയണം. ട്രംപിനേക്കാൾ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് ഈ JD വാൻസ് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ട്രംപിന് ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അടുത്ത ഒരു പ്രധാന നേതാവായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ള ആൾ കൂടിയാണിത്. ഇദ്ദേഹം ഈ കൺസർവേറ്റീവ്സിന് വേണ്ടിയിട്ട് ലാസ്റ്റ് വീക്കിൽ UK നടത്തിയ ഒരു കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഏത് ഇസ്ലാമിക രാജ്യമായിരിക്കും ആദ്യമായിട്ട് ഒരു സമ്പൂർണമായ ആണവായുധ രാഷ്ട്രമായിട്ട് മാറാൻ പോകുന്നത്. ഒരുപക്ഷെ ഇറാൻ ആയിരിക്കാം, ചിലപ്പോൾ പാകിസ്ഥാനെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷെ പിന്നീട് കുറച്ച് സമയത്ത് ഡിസ്കഷൻസിന് ശേഷം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി, അത് മിക്കവാറും UK ആയിരിക്കും. കാരണം ഇപ്പോൾ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വൈകാതെ UK ഒരു ഇസ്ലാമിക രാജ്യമായി മാറുമെന്നും അതോടുകൂടി സമ്പൂർണമായ ആണവായുധം കൈവശമുള്ള ഒരു പൂർണ്ണമായ ഇസ്ലാമിക രാഷ്ട്രം പിറക്കുമെന്നുമാണ് അവിടെ JD വാൻസ് പറഞ്ഞത്. അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ട്രംപിനേക്കാൾ കടുത്ത തീവ്രവാദ വിരുദ്ധവും ഇസ്ലാമിക നിലപാടുകളിൽ കർക്കശം പുലർത്തുന്ന ആളുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ JD വാൻസ് എന്ന് പറയുന്നത്. ഇവിടെ പലരും ചിന്തിക്കുന്നുണ്ടാവും പാകിസ്ഥാൻ ആണവായുധ രാജ്യമല്ലേ എന്ന്. അങ്ങനെ സമ്പൂർണ്ണമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആണവായുധം ഉണ്ടെന്ന് നമ്മൾ കരുതപ്പെടുന്നു, ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ അത് പൂർണ്ണമായ രീതിയിൽ ഇന്ത്യയെ പോലെയോ ബ്രിട്ടനെ പോലെയോ അമേരിക്കയെ പോലെയോ ഒന്നും ഒരു സമ്പൂർണ്ണ ആണവായുധ രാജ്യമാണെന്ന് ചോദിച്ചാൽ വലിയ ചോദ്യങ്ങൾ ഉണ്ട്. അതൊരു വേറൊരു ടോപ്പിക്കാണ്. പാകിസ്ഥാൻ മാത്രമല്ല, ഇസ്രായേൽ, പാകിസ്ഥാൻ, ഇറാൻ, ഉത്തര കൊറിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ആണവായുധത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. അത് സമ്പൂർണ്ണമായിട്ട് നമുക്കത് ആണവായുധ രാഷ്ട്രമാണെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നാൽ ഈ JD വാൻസ് അങ്ങനെയുള്ള കടുത്ത അഭിപ്രായങ്ങൾ പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ്. അദ്ദേഹം തുറന്നു തന്നെ ലേബർ പാർട്ടിയെ എതിർത്ത് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ലേബർ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഋഷി സുനകിന്റെ എഗെയിൻസ്റ്റ് വന്ന പാർട്ടിയാണ്. ഋഷി സുനകാണ് കൺസർവേറ്റീവ്സ്. അപ്പോൾ അവരാണ് പരാജയപ്പെട്ടത്. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റെഫ്യൂജീസിനെ അവർ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഇമിഗ്രൻസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളില്ലാതെ ആർക്ക് വേണമെങ്കിലും UK അഭയാർത്ഥികളായിട്ട് എത്താമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അവിടെ എത്തിയിട്ടുള്ളവർക്ക് പരിഗണന കൂടുതലായി കൊടുക്കുന്ന പാർട്ടിയാണ് ഈ ലേബർ പാർട്ടി. അത് കൺസർവേറ്റീവ്സ് അതിനെതിരാണ്. കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ ചായ്വുള്ള പാർട്ടിയാണ്. ഈ ഡിഫറൻസ് അവിടെയുണ്ട്. ഈ ട്രംപിന്റെ പാർട്ടി വലതുപക്ഷ പാർട്ടിയാണ്. ഇത് തന്നെയാണ് ഈ നരേന്ദ്രമോദി വലതുപക്ഷ പാർട്ടിയാണ്, ജോർജിയ മെലോനി വലതുപക്ഷ പാർട്ടിയാണ്, ഡൊണാൾഡ് ട്രംപിൻ്റെത് വലതുപക്ഷ പാർട്ടിയാണ്, കൺസർവേറ്റീവ്സ് ഋഷി സുനകിൻ്റെത് വലതുപക്ഷ പാർട്ടിയാണ്. അപ്പോൾ ലോകത്തെ വലതുപക്ഷ പാർട്ടികൾക്കിടയിൽ ഒരു മാനസിക ഐക്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികൾക്കിടയിലും ഇതേ ഐക്യമുണ്ട്. അതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ബ്രിട്ടനിലെ ലേബർ പാർട്ടിയോട് താല്പര്യം തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. JD വാൻസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 1984 ഓഗസ്റ്റ് 2 ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന് 39 വയസ്സാണ്. JD വാൻസിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജെയിംസ് ഡേവിഡ് വാൻസ് എന്നാണ്. JD വാൻസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹം ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ജെയിംസ് ഡൊണാൾഡ് ബോമാൻ എന്നാണ്. ഈ പേരിന്റെ ഒപ്പം ഈ ഡൊണാൾഡ് ഉള്ളതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ മോനാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേരിലും ആ ഒരു ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാവും ശരി. ഇദ്ദേഹം 1984 ഒഹായോയിലെ മിഡിൽ ടൗണില് ബെവർലി കരോളിന്റെയും അതുപോലെ ഡൊണാൾഡ് റേ ബോമന്റെയും മകനായിട്ടാണ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു സ്കോട്ട് ഐറിഷ് വംശജനാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയവരാണ്. അധികം താമസിക്കാതെ തന്നെ ബോമാനെ അവന്റെ അമ്മയുടെ 3ാമത്തെ ഭർത്താവായിട്ടുള്ള ബോബ് ഹാമർ ദത്തെടുത്തു. അവന്റെ പേര് ജെയിംസ് ഡേവിഡ് ഹാമൽ എന്നാക്കി മാറ്റി. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം അല്ലെങ്കിൽ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു ബാല്യകാലമാണ്. അദ്ദേഹത്തിന്റെ അമ്മയാണെങ്കിൽ ഒരു മയക്കുമരുന്നിന് അടിമയായിരുന്നു. വാൻസിനെയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും വളർത്തിയത് ഗ്രാൻഡ് പാരന്റ്സ് ആണ്. അതായത് ജെയിംസും ബോണി വാൻസും അവരാണ് വളർത്തിയത്. അവരെയാണ് അമ്മയെന്നും അച്ഛനെന്നും ഇവർ വിളിച്ചിരുന്നത്. പേരിനൊപ്പമുള്ള ആ വാൻസ് വന്ന വഴി അങ്ങനെയാണ്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് ഇസ്രയേലിനെ
സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് കൾച്ചറലി ആണെങ്കിലും മോറലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും ഇസ്രയേലിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ്. അതിപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിലാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ നിലപാട് ഇസ്രയേലിനൊപ്പമാണ്. ഇദ്ദേഹം ഇസ്രയേലിന് യുദ്ധത്തിൽ അമേരിക്ക ഫണ്ട് ചെയ്യണം എന്ന നിലപാടെടുക്കുന്നയാളാണ്. ഇറാനുമായിട്ടാണെങ്കിൽ ഇറാനെതിരെ ഒരു മിലിറ്ററി നീക്കം നടത്തണം, അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടുള്ള ഒരു ആക്രമണം ഇറാനെതിരെ നടത്തണം എന്നുള്ള ഒരു നിലപാടാണ് ഇദ്ദേഹം എടുക്കുന്നത്. അത് ചെയ്യാതിരിക്കുന്നത് വലിയ തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ട്രംപിന്റെ അതേ നിലപാടാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനുമുള്ളത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും ഇദ്ദേഹത്തിന്റെ നിലപാട് ട്രംപിന്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതാണ്. എനിക്കിപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എൻ്റെ മാറ്റർ അല്ല. ഉക്രൈൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും ഞാൻ അറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് ചിന്ത. അത് മാത്രമല്ല, ഈ ഉക്രൈന് ആവശ്യമില്ലാതെ അമേരിക്ക എയ്ഡ് കൊടുക്കുന്നതിനെ, മിലിറ്ററി സപ്പോർട്ട് കൊടുക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്. ഇദ്ദേഹത്തിന് ബ്രിട്ടനെ കുറിച്ചുള്ള നിലപാട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇനി വീണ്ടും അത് ആവർത്തിക്കേണ്ടതില്ല. ഇനി ഇന്ത്യയുമായിട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ താല്പര്യം, ഇന്ത്യയോടുള്ള താല്പര്യം എന്താണ് ഇദ്ദേഹത്തിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം? ഉഷ വാൻസ് ആണ് നമ്മുടെ JD വാൻസിന്റെ വൈഫ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യൻ വംശജയാണ് എന്നതാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം. അവർക്ക് 3 മക്കളുണ്ട്. ഈ ഉഷ വാൻസ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സപ്പോർട്ടറായിരുന്നു ശരിക്കും പറഞ്ഞാൽ 2014 വരെ. എന്നാൽ ഇവരുടെ വിവാഹത്തോടുകൂടി, അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നതോടുകൂടി ഉഷ ഒരു റിപ്പബ്ലിക്കൻ സപ്പോർട്ടറായിട്ട് മാറുന്നുണ്ട്. ഉഷ എന്ന് പറയുന്നത് ഇന്ത്യക്കാരി തന്നെയാണ്, പക്ഷേ ജനിക്കുന്നത് സാന്റിയാഗോയിലാണ്. സാന്റിയാഗോയിൽ ജനിക്കുന്നത് തെലുങ്കു സംസാരിക്കുന്ന ഇന്ത്യൻ വംശജരുടെ മകളായിട്ടാണ് ജനിക്കുന്നത്. ഉഷയുടെ പാരൻസ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലുള്ള രാധാകൃഷ്ണനും അതുപോലെ അമ്മ, അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജയുമാണ്. രണ്ടുപേരും ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാരായ മാതാപിതാക്കളുടെ മകളായിട്ടാണ് ഉഷ സാന്റിയാഗോയിൽ ജനിക്കുന്നത്. 1986 ജനനം. ഉഷയുടെ പിതാവ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് സാന്റിയാഗോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഒരു ലെക്ചറായിരുന്നു. അമ്മ ലക്ഷ്മി അതുപോലെ തന്നെ ഉയർന്ന പദവികളിലിരുന്ന ഒരാളാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. മറൈൻ മോളിക്കുലാർ ബയോളജിസ്റ്റ്, അതുപോലെ തന്നെ ബയോ കെമിസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു ഫാമിലിയിൽ നിന്നാണ് ഇവരുടെ ഒരു ജനനം എന്ന് പറയുന്നത്. പാരൻസ് ഒക്കെ തന്നെ ഉന്നത പദവികളിൽ അല്ലെങ്കിൽ ഉന്നതമായ ജോലികൾ ചെയ്തിരുന്നവരാണ്. സോ ഇവരൊരു ഹിന്ദു ഫാമിലിയാണ്. അതേസമയത്ത് JD വാൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഇവർ വിവാഹം കഴിച്ചിട്ടുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇദ്ദേഹം, അതായത് നമ്മുടെ JD വാൻസ് വൈസ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഉഷ വാൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സെക്കൻഡ് ലേഡി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെടും. അങ്ങനെ അറിയപ്പെടുന്ന സമയത്ത് ഒരു റെക്കോർഡ് കൂടി അവരുടെ പേരിൽ വരും. ആദ്യത്തെ സെക്കൻഡ് ലേഡി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആവുന്ന ഇന്ത്യൻ വംശജ എന്ന് പറയുന്ന ഒരു റെക്കോർഡ് കൂടി അവരുടെ പേരിലേക്ക് വരും എന്നുള്ളതാണ്. 3 മക്കളാണ് ഇരുവർക്കുമുള്ളത്. ഇവാൻ, വിവേക്, മിറാബെൽ എന്ന് പറയുന്ന 3 മക്കളാണുള്ളത്. സോ ഇതൊക്കെയാണ് JD വാൻസിന്റെ വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യയെ അനുകൂലിക്കുന്ന, ഇന്ത്യൻ അനുകൂലിയായിട്ടുള്ള ഒരാളാണ് JD വാൻസ്. ശരിക്കും ഇന്ത്യൻ വംശജയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഇന്ത്യയുടെ മരുമകൻ എന്ന് പറയാവുന്ന ആളാണ് JD വാൻസ്. അദ്ദേഹമായിരിക്കും മിക്കവാറും ട്രംപ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.